മജീത്തിനെ എന്തിനാ പറഞ്ഞയച്ചേ? അവൻ കാലു മാറിയടാ. അവൻ വന്ന എല്ലാം കുളവും. വേം വാ. എന്താടാ? ചേട്ടന് ഞങ്ങൾക്ക് വെച്ച ടെസ്റ്റിൽ ഞങ്ങൾ ഫെയിലായി. വീട്ടിൽ പോയാൽ ഉറക്കം വരില്ല. മജീദ് ഒരു കുഴിമടിയണ. ഇപ്പൊ തന്നെ വീട്ടിൽ പോയി ഉറങ്ങിണ്ടാവും. ഏട്ടൻ പോലീസ് ബൂത്ത് വരുന്ന ഓട്. അതിനു മുമ്പ് ഞങ്ങളെ ചേട്ടനെ വെട്ടിച്ചാ ഞങ്ങളെ ഫ്രണ്ട്സ് ഓഫ് പോലീസ് ആക്കിയാൽ മതി. ഒരു ചാൻസ് കാണാ. ശരി, നിക്ക്, ഞാൻ വരാം. എന്ത് ഓട്ടോടാ അത്? നന്നായിട്ട് ഓടണ്ടേ ഈ പ്രായത്തില്? ഞങ്ങളുടെ ലെവലിൽ ഓടാൻ പറഞ്ഞിട്ട് പോലീസ് ലെവലിൽ ഓടിയാ പിന്നെ എങ്ങനെയാ വെട്ടിക്കാ? ജീവിതത്തിൽ എപ്പോഴും ജയിക്കണമെങ്കിലേ നമ്മുടെ മുന്നിൽ ഓടുന്ന നമ്മുടെ ശത്രുവാണെന്ന് വിചാരിച്ച് ഓടണോടാ. എന്നാലേ ഒരു സ്പീഡ് കിട്ടൂ. അങ്ങനെ തന്നെ ഞങ്ങൾ ഫിക്സ് ചെയ്തത്. കുറച്ച് സ്ലോ ആയിട്ട് ഓടിയാ ഞങ്ങൾ കുറച്ച് ഈസി ആയിരിക്കും. ശരി, കുറച്ച് സ്ലോ ആയിട്ട് ഓടാം. വാ. മഡോണ, എന്തു പറ്റിയടി? അമ്മ, ഇൻസ്പെക്ടർ സാറിന് ആരോ പോലീസ് ബൂത്തിന്റെ അടുത്ത് വെച്ച് വയറ്റിൽ കത്തി കയറ്റിയതുപോലെ. സൂപ്പറാ, നിങ്ങൾ ജയിച്ചു. ഇന്നു മുതല് നിങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സ് ഓഫ് പോലീസാ. എത്ര ധൈര്യമാണ് നീ പത്മചേട്ടനെ കൊണ്ട് നിന്റെ ചൂലേസ് കെട്ടിക്കും. പത്മചേട്ടന്റെ മേശയുടെ ഒരു മുടി പോലും നിന്നെ കൊണ്ട് പറിക്കാൻ പറ്റില്ല. നിക്കടാ, ഇങ്ങോട്ട് വാ. 16 വയസ്സിലൊരു കുറ്റം ചെയ്താലേ ജുവലയിലല്ലെന്ന് പറഞ്ഞ് അവർ അഡൾട്ട് എന്ന് പറഞ്ഞാൽ ജയിലിലിടുന്നത്. അവർ നിങ്ങളെ ജയിലിലിടൂടാ. സ്വയം രക്ഷപ്പെടുത്തിക്കോ. എന്നെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് പോടാ. സൈഡിലേക്ക് നിൽക്ക്. മാറി മാറി ചേർന്ന് നിൽക്ക. അങ്ങോട്ട് മാറി നിൽക്ക. ശരി ശരി, പോ. എല്ലാരും കാണണ്ടേ? പോ. ആ മതി, പോയിക്കോ പോയിക്കോ. ആ പോ. ചേച്ചി, ഇത് ഹോസ്പിറ്റലാ. ആരെയും ശപിക്കേണ്ട ആവശ്യമില്ല. എനിക്കൊന്നും സംഭവിക്കില്ല. ഞാൻ എത്രയും പെട്ടെന്ന് പുറത്തു വരും. ആ മുരുകവേൽ തന്ന ധൈര്യത്തിൽ എന്നെ വെക്കിട്ട് കയറുക. പത്മാണന് മാത്രം ഈ കാര്യം അറിഞ്ഞ ആ മുരുകവേലിന്റെ ഗതി എന്താണെന്ന് അറിയാം. അതല്ലേ നീ ഒരു കാര്യം മനസ്സിലാക്കടാ. നിങ്ങളുടെയൊക്കെ മനസ്സ് മാറ്റാൻ വേണ്ടിയാ പത്മയെ ജീവനോട് വിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ കുത്തി കീറി കൊന്നേനെ. നിന്റെ കയ്യിൽ കത്തി പിടിച്ചിട്ടില്ലേ? നീ വിചാരിച്ചിരുന്നെങ്കിൽ അവന്റെ വയറ് കീറാതെ അവിടെ തന്നെ കഴുത്തറുത്ത് കൊന്നു കളയാമായിരുന്നു. എങ്കിലും നീ അങ്ങനെ ചെയ്തില്ലടാ. നീ നിന്റെ അച്ഛനെ പോലെ അല്ലടാ. നിന്റെ മനസ്സിൽ ഒരു നല്ലവനുണ്ടടാ. ഇത് തന്നെ ആ മനുഷ്യനും പറയാൻ പറഞ്ഞത്. എന്റെ മോൻ അവന്റെ അച്ഛനെ പോലെ ദുഷ്ടനാ. മജീദിനെ മാറ്റിയതുപോലെ അവനെ മാറ്റാൻ പറ്റില്ല. ഈ പിള്ളേരിന്ന് കാണിച്ചു കൂട്ടിയതൊക്കെ മതി. വേണ്ട സർ, വിട്ടേക്ക് സാർ. വേറെ എങ്ങോട്ടെങ്കിലും ട്രാൻസ്ഫർ വാങ്ങിച്ചിട്ട് പൊയ്ക്കോളൂ. അമ്മേ, നിങ്ങളുടെ മകനെ നന്നാക്കണമെങ്കിൽ അവന്റെ അച്ഛനെ പോലെയാണെന്ന് പറയുന്നത് നിർത്തിയിട്ട് നിങ്ങളെ പോലെ ഒരു നല്ലവനാണെന്ന് പറഞ്ഞു നോക്ക്. അവൻ സ്വയം മാറും. അങ്ങനെയുള്ളൊരു നല്ല മനുഷ്യനെ കുത്തി കീറിയില്ലടാ. ആ റോഡിൽ കിടന്ന് അയാൾ ചിന്തിയ രക്തം ഇനി ഉണങ്ങിയിട്ടില്ലടാ. ഇനിയെങ്കിലും ആ പത്മയെ വിട്ടിട്ട് വാടാ. മതി. മാഡം, റൂം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. ആ ശരി. പിള്ളേരെ അറ്റാക്ക് ചെയ്തപ്പോ ആഴത്തിൽ കൊണ്ടില്ല, അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. പിന്നെ ഡോക്ടർ ICUവിൽ നിന്ന് ജനറൽ വാർഡിലേക്ക് മാറ്റാൻ പറഞ്ഞു. പേടിക്കാനൊന്നുമില്ലെന്ന്. പിള്ളേരാണ് ഇതൊക്കെ ചെയ്തെന്ന് നിനക്കെങ്ങനെ അറിയാം? സ്വപ്നത്തിൽ ഞാൻ കണ്ടു സാർ. എപ്പോഴും നിനക്ക് എന്നെക്കുറിച്ചുള്ള ചിന്തയുള്ളോ? നീ എപ്പോഴും എന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നതുകൊണ്ടാണ് റോഡിൽ വെച്ച് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വീട്ടിലിരുന്ന് നീ അത് അറിയുന്നത്. നിനക്ക് എൻ്റെ മേലുള്ളത് യഥാർത്ഥ സ്നേഹമാണെന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നു. അതെ, എന്തു പറ്റി? എന്തിനാ ഇപ്പൊ കണ്ണടി വെച്ചേ? കണ്ണു നിറയാ സാർ. നീ എന്നെ ഇനി സാറൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല. മുരുകൻ എന്റെ പേര് പറഞ്ഞ് വിളിച്ചാൽ മതി. നല്ല ഒച്ച വെച്ച് കരയാൻ തോന്നുക സാർ. ഇതൊരു ഹോസ്പിറ്റലാ.
ഇവിടെ ഒച്ച വെച്ച് കരയാൻ പാടില്ല. വേണമെങ്കിൽ ടെറസിൽ പോയി കരഞ്ഞിട്ട് വാ. ഓക്കെ. സ്വാമി. സാർ, നിങ്ങൾ മാലയിടാൻ പോവാണോ? അതെ സ്വാമി. ഇപ്പൊ ഈ മാല ഇടേണ്ടത് അത്യാവശ്യമാണോ സാറേ? അതെന്താ? മാല ഇട്ടാ പിന്നെ ആരെയും തല്ലാൻ കഴിയില്ല, അടിച്ചവനെ തിരിച്ചടിക്കാനും കഴിയില്ല. ആ പത്മനാഭനാണെങ്കിൽ സാറിനെ ഉന്നം വെച്ചിരിക്കുക. ഇപ്പൊ നിങ്ങൾ മാല ഇട്ടാ നിങ്ങളെ കൊന്നുകളയും സാർ. ആ സുബ്രഹ്മണ്യൻ എന്നെ കാത്തുരക്ഷിക്കും. ആ പത്മയുടെ കയ്യിൽ നിന്ന് ഒരു കുട്ടി നന്നായി വന്നാൽ പോലും സുബ്രഹ്മണ്യൻ മാലയിടാൻ നേർന്നതാ. മജീദ് തിരിച്ചു വന്നു. മാലയിട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മോനും തിരിച്ചു വരും. സ്വന്തം അച്ഛൻ പറഞ്ഞ അവൻ കേൾക്കില്ല, പിന്നെ സാറ് പറഞ്ഞാൽ കേൾക്കുവോ? അവന്റെ കാര്യം ഞാൻ എപ്പോഴും ഉപേക്ഷിച്ചു സാർ. ഞാൻ പറഞ്ഞത് സാറിന്റെ നന്മയ്ക്കാ. ഇനി സാറിന്റെ ഇഷ്ടം പോലെ മുരുകൻ രക്ഷിക്കട്ടെ. രക്ഷിക്കണ സ്വാമി. അവിടെ പുറത്ത് പത്മയുടെ ആളുകൾ എന്റെ മുഖത്ത് ആസിഡ് ഒഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാ. ഞാൻ എന്റെ മുഖം മറയ്ക്കാം. എങ്ങനെയെങ്കിലും പുറത്തെടുക്കാൻ എന്നെ സഹായിക്കോ? ഇൻസ്പെക്ടർ മുരുകൻ സാർ മാലയിടാൻ വേണ്ടി വന്നിരിക്കുക. അദ്ദേഹത്തെ പോയി കാണാം. ഇവിടുത്തെ MLA മകൻ എന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യാറുണ്ട്. അവന്റെ കൂടെ ചെല്ലാൻ പറഞ്ഞപ്പോ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ പത്മയുടെ ആളുകളെയും കൂട്ടിക്കൊണ്ടുവന്ന് എന്റെ മുഖത്ത് ആസിഡ് ഒഴിക്കാൻ നിക്ക. എനിക്കിപ്പോ എന്താ ചെയ്യണ്ടെന്നറിയില്ല. എനിക്ക് പേടിയായിട്ട് വയ്യ. ഒറ്റയ്ക്കാണോ വന്നത്? കൂടെ ആരുമില്ലേ? ഏട്ടാ, ഞാൻ ഈ നാട്ടുകാരിയല്ല, പഠിക്കാൻ വേണ്ടി വന്നതാ. ഇവിടെ ഹോസ്റ്റലിലാ നിക്കുന്നത്. അതെ മോളെ, അദ്ദേഹം ഇപ്പൊ സാമിയാ. ആരും തല്ലാൻ പാടില്ല. മാല ഇട്ടിട്ട് തല്ലിയാ ദൈവകോപം കിട്ടും. ഏട്ടാ പ്ലീസ്, ഏട്ടാ ഏട്ടൻ എന്നെ രക്ഷിക്കണം പ്ലീസ്. സ്വാമി, നിങ്ങൾ ഈ പെൺകുട്ടിയുടെ മുഖത്ത് ആസിഡ് ഒഴിക്കാൻ പോകുന്നത് ഞാൻ അറിഞ്ഞു. ഞാനിപ്പോൾ സുബ്രഹ്മണ്യന് മാലയിട്ടതുണ്ട്. നിങ്ങളെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല സ്വാമി. അല്ലെങ്കിൽ ഞാൻ നിന്നെ അടിച്ച് കയ്യും കാലും പൊട്ടിച്ച് പെട്ടിയിലാക്കുമായിരുന്നല്ലേ സ്വാമി. നീ ഒഴിച്ചോ സ്വാമി. എന്നാൽ ഇന്നേ മുതൽ 7 ദിവസങ്ങൾക്കുള്ളിൽ എൻ്റെ മാല ഊരി വെച്ചിട്ട് വന്ന ഞാൻ, നീ എവിടെയായിരുന്നാലും നിന്നെ കണ്ടുപിടിച്ചിട്ട് നിന്റെ ഷഡ്ജത്തിന് അറുത്ത് പട്ടികൾക്ക് കഴിക്കാനിട്ട് കൊടുക്കും. ഇത് ഞാൻ വിശ്വസിക്കുന്ന സുബ്രഹ്മണ്യനാണ് സത്യം. വരട്ടെ സ്വാമി. സെന്തിൽ സ്വാമി, നിങ്ങളുടെ മകനെ പബ്ലിക്കായിട്ട് ഇൻസൾട്ട് ചെയ്തില്ലേ ആ കൗൺസിലർ? നിങ്ങൾ അയാളെ അന്നേ 2 വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇവൻ പത്മയുടെ സൈഡിലേക്ക് പോവില്ലായിരുന്നു. അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. ചേട്ടാ, ഇത് കുത്തി ഇറക്കിയാണ്ടല്ലോ കുടൽ മൊത്തം പുറത്തു വരും. പുതുതായിട്ട് വാങ്ങിച്ച കത്തിയാണിത്. എന്തുവാണ് ഇത്? കത്തി എന്ന് പറയുമ്പോ തേച്ചും എനിക്ക് നൈസായിരിക്കണ്ടേ? ഹലോ മീൻ വെട്ടാൻ പോലും കൊള്ളില്ല. സാറേ, വാങ്ങിക്കൊണ്ട് ആ കൗൺസിലറെ കണ്ടാലേ എനിക്ക് വല്ലാത്ത പേടിയാവുക. അതാണ് കത്തി. സാറ് വന്ന് എനിക്ക് കാണാൻ പറ്റുന്ന ദൂരത്തിൽ എവിടെയെങ്കിലും നിന്നാ അത്രയും മതി സാറേ.